ഹായ് ഫ്രണ്ട്സ്, റിൻസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം ചെറുതേനിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാമല്ലേ? നമ്മുടെ വീടുകളിലെല്ലാം തന്നെ ചെറുതേൻ കാണും. തേനിൻ്റെ കുറേ ഗുണങ്ങൾ പറയാം. അതുപോലെ തന്നെ തേൻ കഴിക്കാൻ പാടില്ലാത്ത കുറേ ആളുകളുണ്ട്. അതുപോലെ തന്നെ പഞ്ചസാരയ്ക്ക് പകരം തേൻ ഉപയോഗിക്കുന്നവരുമുണ്ട്. വണ്ണം കുറയ്ക്കാൻ വേണ്ടി തേൻ ഉപയോഗിക്കുന്നവരുമുണ്ട്. ഇതുകൂടാതെ തേനിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞിട്ട് തേൻ കഴിക്കുന്നവരുമുണ്ട്. പിന്നെ ചിലർ തേനിൻ്റെ ഗുണങ്ങളെപ്പറ്റി കേട്ടിട്ടുണ്ട്. അത് കഴിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും ദൂഷ്യമുണ്ടാകുമോ എന്ന് ശ്രദ്ധിക്കാതെ തേൻ കഴിക്കുന്നവരുമുണ്ട്. ഗുണങ്ങൾ മാത്രം നോക്കുന്നു, അതിൻ്റെ ദൂഷ്യവശങ്ങൾ എനിക്ക് കഴിച്ചാൽ എന്തെങ്കിലും വരുമോ എന്ന് ശ്രദ്ധിക്കാതെ കഴിക്കുന്നവർ. പിന്നെ ചിലർ പറയും തേൻ ചൂടുവെള്ളത്തിൽ കഴിക്കണം. മറ്റു ചിലർ പറയും അരുത്, പച്ചവെള്ളത്തിൽ മാത്രമേ തേൻ കഴിക്കാവൂന്ന്. നമുക്ക് ഒന്ന് നോക്കാം തേൻ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നും അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും. എല്ലാ വീടുകളിലും ഇതുപോലെ ഒരു തേനീച്ചപ്പെട്ടിയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനുള്ള തേനെങ്കിലും ലഭിക്കും. ചെറുതേന് നല്ല വിലയുള്ളതിനാൽ അതിപ്പോൾ ഒരു ബിസിനസ്സായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്നും നമ്മൾ ചെറുതേൻ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ശുദ്ധമായ തേനാണോ എന്ന്. അത് പരിശോധിച്ചറിയാനായിട്ട് ഒരു ചെറിയ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുക്കുക, അതിലേക്ക് നമ്മൾ തേന് ഒഴിച്ചു കൊടുക്കുക. അത് ഒറിജിനൽ തേനാണെങ്കിൽ അത് നേരെ അടിയിൽ പോയിട്ട് അടിഞ്ഞുകൂടും. അല്ലാത്ത തേനാണ് കൃത്രിമമായി ഉണ്ടാക്കിയതാണെങ്കിൽ അത് വെള്ളത്തിൽ കലരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ തേൻ ഒറിജിനൽ ആണെന്ന് തിരിച്ച് ഇങ്ങനെ അറിയാൻ പറ്റും. പല ചെടികളിൽ നിന്നും പൂമ്പൊടി ശേഖരിക്കുന്നതിനാൽ തേനിൽ ഒരുപാട് മൈക്രോ ന്യൂട്രീഷൻസ് അടങ്ങിയിട്ടുണ്ട്. ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്ക് തേൻ ഒത്തിരി നല്ലതാണ്. ചുമ, തൊണ്ടയ്ക്ക് വേദന ഇവ മാറാനും പ്രതിരോധ ശക്തി വർദ്ധിക്കുന്നതിനും തേന് അത്യുത്തമമാണ്. അതുകൂടാതെ അൾസർ, അസിഡിറ്റി തുടങ്ങിയ അസുഖങ്ങൾക്ക് തേൻ ഒരുപാട് നല്ലതാണ്. നമുക്ക് അൾസർ, അസിഡിറ്റി ഒക്കെ ഉണ്ടാകുമ്പോൾ അൾസറൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ വയറിൽ ചെറിയ പരുക്കളൊക്കെ കാണും. അപ്പോൾ അതൊക്കെ കരിയുന്നതിനും ചെറുതേന് അത്യുത്തമമാണ്. ഉറക്കക്കുറവുള്ളവർ ഒരു ഗ്ലാസ് വെള്ളത്തിൽ അല്പം ചെറുതേൻ ചേർത്ത് കഴിച്ചാൽ അവർക്ക് നല്ല ഉറക്കം കിട്ടുന്നതായിരിക്കും. ചെറുതേൻ ഒരു ക്വിക്ക് ബൂസ്റ്റാണ്. ക്ഷീണമുള്ള കുട്ടികൾക്ക് ചെറുതേൻ കൊടുത്താൽ അവർ പെട്ടെന്ന് എനർജി ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു കഷ്ണം ഇഞ്ചി ചതച്ച് അതിൻ്റെ നീരെടുത്ത് ഊറാൻ വയ്ക്കുക. എന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ അതിൻ്റെ തെളിയെടുത്ത് അതിലേക്ക് അല്പം ചെറുതേൻ ചേർത്ത് കഴിച്ചാൽ ദഹനക്കുറവുള്ളവർക്കും സൗണ്ട് തെളിയണമെന്ന് ആഗ്രഹമുള്ളവർക്കും ഒത്തിരി നല്ലതാണ്. ചെറുതേനിൽ ധാരാളം ആൻറ്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ പ്രോബയോട്ടിക്കും ധാരാളം ആയിട്ട് ഉള്ളതിനാൽ വയറിനും ഒത്തിരി നല്ലതാണ്. ചെറുതേനിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിരിക്കുന്നതിനാൽ പ്രതിരോധ ശക്തി വർദ്ധിക്കുന്നതിനും അതുപോലെ തന്നെ ഹൃദയത്തിനും ഒത്തിരി നല്ലതാണ്. അതിനാൽ തന്നെ ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നത് ഒത്തിരി ഉപകാരപ്രദമാണ്. ചെറുതേന് ഇങ്ങനെ ധാരാളം ഗുണങ്ങളുണ്ടെങ്കിലും എല്ലാം എല്ലാവർക്കും നന്നല്ല. തേൻ അലർജിയുള്ളവരുണ്ട്. അവർ ഒരു കാരണവശാലും തേൻ ഉപയോഗിക്കാൻ പാടില്ല. കാരണം പലതരം പൂവിൽ നിന്നും എടുക്കുന്ന പൂമ്പൊടി ആയതിനാൽ ചിലർക്ക് ഇതൊക്കെ അലർജി ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രമേഹ രോഗികൾ ഒരു കാരണവശാലും തേൻ ഉപയോഗിക്കുവാൻ പാടില്ല. അവർ അൺകൺട്രോളിലേക്ക് പോകും. ആയതിനാൽ തേൻ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. പിന്നെ തേൻ ഉപയോഗിച്ചതിന് ശേഷം ഉപയോഗിക്കുന്നവർ വായ കഴുകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തേൻ മധുരമായതിനാൽ പല്ലിനൊക്കെ പെട്ടെന്ന് കേടുണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. എപ്പോഴും വൻതേനിനേക്കാൾ നല്ലത് ചെറുതേനാണ്. പിന്നെ ഒറ്റ കാര്യം ശ്രദ്ധിക്കുക, തേൻ വാങ്ങുമ്പോൾ ഒറിജിനലാണെന്ന് ഉറപ്പ് വരുന്നവരുടെ കയ്യിൽ നിന്ന് മാത്രം വാങ്ങാൻ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ഷോപ്പിൽ നിന്നും തേൻ വാങ്ങുന്നവരാണെങ്കിൽ അതിൽ സ്റ്റിക്കർ കാണും, അതിൽ നോക്കുക. നാച്ചുറൽ ഹണി എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ അത് ഒരു കാരണവശാലും വാങ്ങരുത്. റോ ഹണി എന്ന് എഴുതിയിരിക്കുന്നത് മാത്രമേ വാങ്ങാൻ പാടുള്ളൂ. ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഒരു കാരണവശാലും തേൻ പച്ചവെള്ളത്തിൽ മാത്രമേ കഴിക്കാവൂ. ചൂടുവെള്ളത്തിൽ, ചെറു ചൂടുവെള്ളത്തിലോ ഒന്നും ഒരു കാരണവശാലും തേൻ കഴിക്കാൻ പാടുള്ളതല്ല. ചൂടുവെള്ളത്തിൽ തേൻ കഴിക്കുമ്പോൾ അതിൻ്റെ വൈറ്റമിൻസും മിനറൽസും എല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് പച്ചവെള്ളത്തിൽ മാത്രമേ തേൻ കുടിക്കാവൂ. എൻ്റെ ഈ വീഡിയോ ശ്രദ്ധിച്ചവർക്ക് തേൻ എടുക്കേണ്ട രീതികളും തേനീച്ചയെ പിരിച്ചു വയ്ക്കേണ്ട രീതികളും അത്യാവശ്യം മനസ്സിലായിട്ടുണ്ടാവും.